2025 ജൂലൈ 28-ന് ചൊവ്വ രാശി മാറുകയാണ്. കന്നി രാശിയിലേക്കാണ് മാറ്റം. ബുധന്റെ ആധിപത്യമുള്ള ക്ഷേത്രമാണ് കന്നി രാശി. ബുധക്ഷേത്രമായ കന്നി രാശിയിലേക്കാണ് 2025 ജൂലൈ 28-ന് വന്നു ചേരുന്നത്. ചൊവ്വ കന്നി രാശിയിൽ വരുമ്പോൾ ശനിയുടെ 7ാമത്തെ രാശിയിലുള്ള ദൃഷ്ടി കന്നി രാശിയിലേക്ക് പതിയുന്നുണ്ട്. രണ്ട് പാപഗ്രഹങ്ങൾ തമ്മിൽ പരസ്പരം ദൃഷ്ടി ചെയ്യുന്നത് അത്ര ഗുണകരമല്ല. എങ്കിലും വ്യാഴത്തിന് കേന്ദ്രഭാവം ഉള്ളതുകൊണ്ട് തന്നെ പരസ്പരം ദൃഷ്ടി ചെയ്യുന്നുണ്ടെങ്കിലും ദോഷങ്ങൾ കുറഞ്ഞു കിട്ടുന്നതാണ്. വ്യാഴത്തിൻ്റെ മിത്രം കൂടിയാണ് ചൊവ്വ എന്നതുകൊണ്ട് ദോഷം വലിയ കൂടുതലൊന്നും ഉണ്ടാകുവാൻ ഈ സമയത്ത് സാധ്യതയില്ല. ചൊവ്വ ശനിയെ പോലെയോ രാഹു കേതുക്കളെ പോലെയോ വ്യാഴത്തെ പോലെയോ ഒരു ക്ഷേത്രത്തിൽ വളരെ കാലം നിൽക്കുന്ന ഒരു ഗ്രഹമല്ല. ഏകദേശം 1.5 മാസത്തോളം, അല്പം കുറഞ്ഞും കൂടിയും വരാൻ മാത്രമാണ് ചൊവ്വ ഒരു രാശിയിൽ നിൽക്കുന്നത്. ചൊവ്വ പാപഗ്രഹമാണ്. കറുത്ത പക്ഷത്തിലും രാത്രിയിലുമാണ് ചൊവ്വക്ക് ബലം കൂടുതലുള്ളത്. ചൊവ്വയുടെ കാരകത്വം ഭൂമി, ക്രൂരത, ശത്രുക്കൾ, കള്ളം പറച്ചിൽ, വീര്യം, രോഗം, സഹോദരർ, മിത്രങ്ങൾ, അടുക്കള, സാഹസം, അഗ്നി, കള്ളന്മാർ, പരസ്ത്രീ ബന്ധം, ശരീരക്ഷതം, മുറിവ്, കോപം, സൈന്യം, ബലം, ആയുധം എന്നിങ്ങനെയൊക്കെയാണ് ചൊവ്വൻ്റെ കാരകത്വമായി ചിന്തിക്കേണ്ടത്. 2025 ജൂലൈ 28-ാം തീയതി ചൊവ്വ കന്നി രാശിയിലേക്ക് മാറി വരുമ്പോൾ ചിങ്ങക്കൂറുകാർക്ക് എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നത് എന്ന് നോക്കാം. ചിങ്ങക്കൂറിലെ നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദം എന്നിവയാണ്. ഈ നക്ഷത്രക്കാർക്ക് ഈ രാശിമാറ്റം വഴി എന്തൊക്കെയാണ് ഗുണദോഷങ്ങൾ ഉണ്ടാവുന്നത് എന്ന് നോക്കാം. ചിങ്ങക്കൂറിൻ്റെ 4ാമത്തെയും 9ാമത്തെയും ഭാവതിയാണ് ചൊവ്വ. 4ഉം 9ഉം ഭാവതിയായ ചൊവ്വയാണ് 2ാം ഭാവത്തിലേക്ക് വരുന്നത്. പാപഗ്രഹമായ ചൊവ്വക്ക് 2ാം ഭാവം അത്ര ഗുണകരമല്ല. ഗുണദോഷ സമ്മിശ്രമായ ഒരു കാലമാണ് ഈ ചൊവ്വ മാറ്റകാലത്ത് ഇവർക്ക് ഉണ്ടാവുന്നത്. ധനം വന്നു ചേരുവാനും കുടുംബത്തിൽ ശ്രേയസ് ഉണ്ടാകുവാനും ഐശ്വര്യമുണ്ടാകുവാനും വിദ്യാഗുണം ഉണ്ടാകുവാനും ഒക്കെ സാധ്യതയുണ്ടെങ്കിലും വാക്കുദോഷം സംഭവിക്കുവാനും സർക്കാരിനെ കൊണ്ട് ദോഷമുണ്ടാവുക, അല്ലെങ്കിൽ കിട്ടിയ പണി നഷ്ടപ്പെടുകയോ സ്ഥലമാറ്റം ഉണ്ടാവുകയോ സംഭവിക്കാം. ശത്രുദോഷം ഉണ്ട്. തീപ്പൊള്ളൽ, കള്ളന്മാരെ കൊണ്ടുള്ള ഉപദ്രവം, മറ്റ് ചെറിയ ചെറിയ രോഗങ്ങൾ, ബലക്ഷയം, മനസമാധാനക്കുറവ്, കാര്യപരാജയം എന്നിവയെല്ലാം ഉണ്ടായേക്കാം. കടുത്ത വാക്കുകൾ ആരോടും പറയാതിരിക്കാൻ ശ്രദ്ധിക്കണം. ധനനഷ്ടം ഉണ്ടാകാതെ സൂക്ഷിക്കണം. വായ്പ കിട്ടുവാനുള്ള അവസരമുണ്ടെങ്കിലും അത് വളരെ ശ്രദ്ധിച്ച് വേണം വാങ്ങുന്നതും കൈകാര്യം ചെയ്യുന്നതും. കടം കൂടുതലാവാനുള്ള സാധ്യതയുണ്ട്. ധനനഷ്ടം ഉണ്ടാകാതെ നോക്കണം. സംസാരത്തിൽ പിശകുണ്ടാകാതെ നോക്കണം. ബന്ധുക്കളുമായി തർക്കങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത ഉണ്ട്. ശരീരക്ഷീണം ഉണ്ടാവാം. കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ചൊവ്വയുടെ രാശിമാറ്റം അടുത്ത ഒരു 45 ദിവസത്തേക്ക് അത്ര ഗുണകരമായി കൊള്ളണമെന്നില്ല.